നമസ്കാരം. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ശബ്ദതരംഗങ്ങൾ. അപ്പോൾ പരീക്ഷയ്ക്ക് മുൻപ് ഇതിലെ മെയിൻ പോയിന്റ്സ് എല്ലാം നമുക്കൊന്ന് വേഗത്തിൽ റിവൈസ് ചെയ്താലോ? റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഒരു ഊഞ്ഞാൽ. ഈ ഊഞ്ഞാലിന്റെ ആട്ടവും നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ ഇല്ലായിരിക്കാം. പക്ഷേ ശബ്ദത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രഹസ്യം ഈ ചലനത്തിൽ തന്നെ ഉണ്ട്. എന്താണെന്നല്ലേ? നമുക്ക് നോക്കാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. കമ്പനം അഥവാ വൈബ്രേഷൻ. ഊഞ്ഞാല് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നില്ലേ? അതുപോലെ ശബ്ദമുണ്ടാക്കുന്ന ഏതൊരു വസ്തുവും വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. ഈയൊരു ചലനമാണ് എല്ലാ ശബ്ദത്തിൻ്റെയും ഉറവിടം. ശരി, ഇനി പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് നിർവചനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ദോലനം അഥവാ ഓസിലേഷൻ. ഒരു വസ്തു അതിൻ്റെ സാധാരണ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, അതായത് തുലനസ്ഥാനത്ത് നിന്ന് മുന്നോട്ടും പിന്നോട്ടും ആവർത്തിച്ച് ചലിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. ആ ഊഞ്ഞാലിൻ്റെ ചലനം ഓർമ്മയില്ലേ? അത് ദോലനത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അടുത്തത് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്. സിംപിളായി പറഞ്ഞാൽ, ദോലനം ചെയ്യുന്ന ഒരു വസ്തു അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് മാക്സിമം എത്ര ദൂരത്തേക്ക് പോകുന്നു എന്നതിൻ്റെ അളവാണിത്. ഊഞ്ഞാൽ ശക്തിയായി ആട്ടിയാൽ കൂടുതൽ ദൂരേക്ക് പോകില്ലേ? അതുതന്നെ. ആയതി കൂടുമ്പോഴാണ് ശബ്ദത്തിന് ഉച്ചത, അതായത് ലൗഡ്നെസ് കൂടുന്നത്. ഇനി അടുത്തത് പീരിയഡ്. ഇതും വളരെ എളുപ്പമാണ്. ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഊഞ്ഞാൽ മുന്നോട്ട് പോയി തിരിച്ച് അതേ പോയിന്റിലെത്താൻ എത്ര സമയമെടുക്കുന്നു? അതാണ് പീരിയഡ്. ഇതിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. പിന്നെ വരുന്നത് ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ എണ്ണമാണിത്. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന് കൂർമ്മത കൂടും. നമ്മളതിനെ പിച്ച് എന്ന് പറയും. ഉദാഹരണത്തിന്, ഒരു ഗിറ്റാറിലെ കനം കുറഞ്ഞ കമ്പിക്ക് ആവൃത്തി കൂടുതലാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള സൗണ്ട് വരുന്നത്. അപ്പോൾ ശബ്ദമുണ്ടാകുന്നത് കമ്പനം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? പക്ഷേ ഈ ഊർജം, ഈ സൗണ്ട് എങ്ങനെയാണ് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്? അത് തരംഗങ്ങൾ അഥവാ വേവ്സ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ യാത്രയെപ്പറ്റിയാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. എന്താണ് ഈ തരംഗചലനം എന്ന് പറഞ്ഞാൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശാന്തമായൊരു കുളത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിട്ടാൽ ഓളങ്ങളുണ്ടാകില്ലേ? അവിടെ വെള്ളം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകിപ്പോവുകയല്ല ചെയ്യുന്നത്. പകരം ആ കല്ലിട്ട ഭാഗത്തെ ഊർജം കൈമാറി മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ മാധ്യമത്തിലെ കണികകൾ സ്വയം സഞ്ചരിക്കാതെ അവയുടെ ദോലനം വഴി ഊർജം കൈമാറുന്നതിനെയാണ് തരംഗചലനം എന്ന് പറയുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യാന്ത്രിക തരംഗങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഇടതുവശത്ത് കാണുന്നതാണ് അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. വലതുവശത്തുള്ളത് അനുപ്രസ്ഥ തരംഗം, അതായത് ട്രാൻസ്വേഴ്സ് വേവ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ടേബിൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അനുദൈർഘ്യ തരംഗത്തിൽ കണികകൾ വേവ് പോകുന്ന അതേ ദിശയിൽ സമാന്തരമായിട്ടാണ് മുന്നോട്ടും പിന്നോട്ടും കമ്പനം ചെയ്യുന്നത്. എന്നാൽ അനുപ്രസ്ഥ തരംഗത്തിലോ കണികകൾ വേവ് പോകുന്നതിന് ലംബമായി, അതായത് മുകളിലേക്കും താഴേക്കുമാണ് കമ്പനം ചെയ്യുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ഓക്കെ, അപ്പോൾ ഒരു തരംഗം സഞ്ചരിക്കാൻ തുടങ്ങി. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ വിവരിക്കും? അതിൻ്റെ സ്വഭാവങ്ങളെ എങ്ങനെ അളക്കും? അതിനായിട്ട് നമ്മൾ ചില പുതിയ വാക്കുകൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് തരംഗങ്ങളുടെ ഭാഷയിലേക്ക് കടക്കാം. ഇതിലാദ്യത്തേതാണ് തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്. ലാംഡ എന്നൊരു ഗ്രീക്ക് അക്ഷരം വെച്ചാണ് നമ്മളിതിനെ അടയാളപ്പെടുത്തുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങൾ, അതായത് ഉയർന്ന ഭാഗങ്ങൾ തമ്മിലുള്ള ദൂരമാണിത്. അല്ലെങ്കിൽ രണ്ട് ഗർത്തങ്ങൾ, താഴ്ന്ന ഭാഗങ്ങൾ തമ്മിലുള്ള ദൂരം. സിമ്പിളായി പറഞ്ഞാൽ ഒരു മുഴുതരംഗത്തിൻ്റെ നീളം. അടുത്തത് തരംഗവേഗത അഥവാ വേവ് വെലോസിറ്റി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സെക്കൻഡിൽ ഒരു തരംഗം എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിൻ്റെ അളവാണിത്. ഒരു കാര്യം ഓർക്കണം, ശബ്ദത്തിന്റെ വേഗത അത് സഞ്ചരിക്കുന്ന മാധ്യമത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വായുവിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വെള്ളത്തിലൂടെയും അതിനേക്കാൾ വേഗത്തിൽ സ്റ്റീലിലൂടെയുമൊക്കെ ശബ്ദം സഞ്ചരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, തരംഗവേഗത, ആവൃത്തി, പിന്നെ തരംഗദൈർഘ്യം, ഇവ 3ഉം തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യമാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇതാണ് ആ മാന്ത്രിക സമവാക്യം. V = F ലാംഡ. അതായത് വേഗത കണ്ടുപിടിക്കാൻ ആവൃത്തിയെ തരംഗദൈർഘ്യം കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ ഒരൊറ്റ ഫോർമുല നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം ഇതുപയോഗിച്ചുള്ള കണക്കുകൾ പരീക്ഷയ്ക്ക് ഉറപ്പായും വരും. മറക്കരുത്. V = F ലാംഡ.
ശരി, ഇത്രയും തിയറി നമ്മൾ പഠിച്ചു. ഇനി ഇതൊക്കെ നമ്മുടെ ചുറ്റും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കിയാലോ. ലൈറ്റ് ഒരു കണ്ണാടിയിൽ തട്ടി തിരിച്ചു വരുന്നത് പോലെ തന്നെ ശബ്ദത്തിനും ഏതെങ്കിലും പ്രതലങ്ങളിൽ തട്ടി തിരിച്ചു വരാൻ സാധിക്കും. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ശബ്ദത്തിന്റെ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഈ പ്രതിഫലനം കാരണം നമുക്കെല്ലാവർക്കും പരിചയമുള്ള രണ്ട് കാര്യങ്ങളുണ്ടാകാറുണ്ട്. ഒന്നാണ് പ്രതിധ്വനി അഥവാ എക്കോ, മറ്റൊന്ന് അനുരണനം അഥവാ റിവേർബറേഷൻ. നമ്മൾ പറഞ്ഞ ശബ്ദം കുറച്ചു കഴിഞ്ഞ് വ്യക്തമായി വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. എന്നാൽ ഒരു വലിയ ഹാളിലൊക്കെ സംസാരിക്കുമ്പോൾ ശബ്ദമെങ്ങനെ മുഴങ്ങി നിൽക്കില്ലേ? അതാണ് അനുരണനം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. സാധാരണയായി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയാറുള്ളൂ. നമ്മുടെ കേൾവിയുടെ ഈ പരിധിക്ക് താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയും. മുകളിലുള്ളവയെ അൾട്രാസോണിക് എന്നും. നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് വെച്ച് ഇവ വെറുതെയാണെന്ന് കരുതരുത്. വവ്വാലുകൾ രാത്രി സഞ്ചരിക്കുന്നതും മെഡിക്കൽ ഫീൽഡിലെ സ്കാനിങ്ങുമൊക്കെ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചാണ്. അൾട്രാസോണിക്കിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സോണാർ ടെക്നോളജി. കപ്പലുകളിൽ നിന്ന് അൾട്രാസോണിക് തരംഗങ്ങളെ കടലിന്റെ അടിയിലേക്ക് അയക്കും. അവ അവിടെ തട്ടിത്തിരികെ വരാനെടുക്കുന്ന സമയം കൃത്യമായി അളന്ന് കടലിന് എത്ര ആഴമുണ്ടെന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിക്കും. സിമ്പിൾ അല്ലേ? അപ്പോ നമ്മൾ കണ്ടു ഓരോ തരംഗവും ഊർജം വഹിക്കുന്നുണ്ടെന്ന്. ഒരു ചെറിയ ശബ്ദതരംഗം ചെറിയൊരു ഊർജമാണ് വഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സുനാമി തിര, അതും ഒരു തരംഗമാണ്. അത് വഹിക്കുന്ന ഊർജം എത്ര ഭീമാകാരമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.